വിദ്യാർത്ഥികളുടെ സ്വപ്ന ഇടമാണ് കാനഡ. എന്നാൽ ഇപ്പോൾ കാനഡയിലേക്ക് പഠിക്കാനെത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ ഇടിവെന്ന് റിപ്പോർട്ടുകൾ. പഠനാനുമതിക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് ഇതിന് കാരണം. 2025 നവംബറിൽ വെറും 2485 പുതിയ പഠനാനുമതികൾ മാത്രമാണ് നൽകിയത്. ഇത് 2023 ഡിസംബറിന് മുമ്പുള്ള കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ 97% കുറവാണ്. അന്ന് 95,000-ലധികം വിദ്യാർത്ഥികൾക്ക് അനുമതി ലഭിച്ചിരുന്നു. കാനഡയുടെ താൽക്കാലിക കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള ഭാഗമായാണ് ഈ നടപടി. 2027 ആകുമ്പോഴേക്കും രാജ്യത്തെ ജനസംഖ്യയിൽ താൽക്കാലിക താമസക്കാരുടെ അനുപാതം 5% കുറയ്ക്കുക എന്നതാണ് കാനഡയുടെ ലക്ഷ്യം. ഇത് പാർപ്പിട ആരോഗ്യ സേവനങ്ങളിലെ സമ്മർദ്ദം ലഘൂകരിക്കാനും സഹായിക്കും. ഈ മാറ്റങ്ങൾ കാനഡയിലെ കോളേജുകൾക്കും സർവകലാശാലകൾക്കും വലിയ തിരിച്ചടിയാണ്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഫീസിനെ ആശ്രയിക്കുന്ന പല സ്ഥാപനങ്ങൾക്കും സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരും. ഇത് കോഴ്സുകൾ വെട്ടിച്ചുരുക്കാനും ജീവനക്കാരെ പിരിച്ചുവിടാനും വരെ കാരണമായേക്കാം. സ്വകാര്യ കോളേജുകൾക്ക് ഇത് നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയമായിരിക്കുകയാണ്. കാനഡയുടെ ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2025 ജനുവരിക്കും നവംബറിനും ഇടയിൽ പഠനാനുമതി ലഭിച്ചവരുടെ എണ്ണം 2024 ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 60% കുറവാണ്. IRCC പറയുന്നത് പുതിയതായി അനുവദിച്ച പഠനാനുമതികളുടെ എണ്ണമാണ് ഇത് സൂചിപ്പിക്കുന്നത്, അല്ലാതെ യഥാർത്ഥത്തിൽ കാനഡയിൽ എത്തിയവരുടെ എണ്ണമല്ല എന്നാണ്. കാനഡ സർക്കാർ താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറയ്ക്കാൻ ബോധപൂർവമായ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് കുറച്ചധികം നാളുകളായി റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇത് രാജ്യത്തെ പാർപ്പിട ലഭ്യത വർദ്ധിപ്പിക്കാനും ആരോഗ്യ സംവിധാനങ്ങളുടെ ഭാരം കുറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ളതാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. ഈ നിയന്ത്രണങ്ങൾ കാനഡയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സാരമായി ബാധിക്കും. പല ചെറിയ പൊതു കോളേജുകൾക്കും അവരുടെ പ്രവർത്തന വരുമാനത്തിന്റെ 40% വരെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ട്യൂഷൻ ഫീസിൽ നിന്നാണ്. ഈ വരുമാനത്തിൽ തുടർച്ചയായ കുറവുണ്ടായാൽ കോഴ്സുകൾ നിർത്തലാക്കും, ജീവനക്കാരെ പിരിച്ചുവിടുമെന്നും പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കൂടാതെ കനേഡിയൻ വിദ്യാർത്ഥികൾക്ക് ഫീസ് വർദ്ധിപ്പിക്കാനും ഇത് ഇടയാക്കിയേക്കാം. അതേസമയം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിദ്യാർത്ഥികളുടെ തൊഴിൽ നിയമങ്ങളിൽ സർക്കാർ കർശനമായ നിയന്ത്രണങ്ങളും വ്യക്തതയും വരുത്തിയിട്ടുണ്ട്. പ്രാദേശിക തൊഴിൽ വിപണിയിലെ സമ്മർദ്ദവും വിദ്യാർത്ഥികളുടെ പഠന നിലവാരവും കണക്കിലെടുത്താണ് ഈ മാറ്റങ്ങൾ. പഠനത്തിനായി എത്തുന്നവരുടെ പ്രാഥമിക ലക്ഷ്യം ജോലി എന്നതിലുപരി വിദ്യാഭ്യാസം തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ നടപടിയിലൂടെ കാനഡ ലക്ഷ്യമിടുന്നത്. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയുടെ നിർദ്ദേശപ്രകാരം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പ്രത്യേക വർക്ക് പെർമിറ്റ് ഇല്ലാതെ തന്നെ കാനഡയിൽ ജോലി ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇതിനായി ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് സ്റ്റഡി പെർമിറ്റ് ഉണ്ടായിരിക്കണം. കൂടാതെ ഒരു അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഫുൾ ടൈം വിദ്യാർത്ഥിയായിരിക്കണം. നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് ഒരു ബിരുദമോ ഡിപ്ലോമയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റോ നൽകുന്നതായിരിക്കണം. കോഴ്സിന്റെ കാലാവധി കുറഞ്ഞത് 6 മാസമെങ്കിലും ഉണ്ടായിരിക്കണമെന്നും വിദ്യാർത്ഥി തന്റെ അക്കാദമിക് പ്രോഗ്രാം ഔദ്യോഗികമായി ആരംഭിച്ചതിന് ശേഷം മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂവെന്നും സ്റ്റഡി പെർമിറ്റിൽ വിദ്യാർത്ഥിക്ക് ജോലി ചെയ്യാൻ അനുവാദമുണ്ടെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണമെന്നും കാനഡ പറയുന്നു. അതുപോലെ തന്നെ ജോലി ആരംഭിക്കുന്നതിന് മുൻപായി വിദ്യാർത്ഥികൾ ഒരു സോഷ്യൽ ഇൻഷുറൻസ് നമ്പറിനായി അപേക്ഷിക്കേണ്ടതും നിർബന്ധമാണ്. സാധാരണ പഠന കാലയളവിൽ യോഗ്യരായ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ 24 മണിക്കൂർ വരെ മാത്രമേ ഓഫ് ക്യാമ്പസ് ജോലി ചെയ്യാൻ അനുവാദമുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്ന 20 മണിക്കൂർ പരിധി കോവിഡ് മഹാമാരിയുടെ സമയത്ത് താൽക്കാലികമായി എടുത്തുമാറ്റിയിരുന്നു. എന്നാൽ ആ താൽക്കാലിക ഇളവ് അവസാനിച്ചതിനെ തുടർന്നാണ് പുതിയ 24 മണിക്കൂർ നിയമം സർക്കാർ കൊണ്ടുവന്നത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിത ചെലവുകൾ കണ്ടെത്താൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ പഠനത്തിന് മുൻഗണന നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുമാണ് ഈ പരിഷ്കരിച്ച നിയമത്തിലൂടെ കാനഡ സർക്കാർ ലക്ഷ്യമിടുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.